ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു മൈദ മാവ് കേക്കാണ്, പ്ലം കേക്ക്. അപ്പം അതിലേക്ക് ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ട ആദ്യം തന്നെ പൊട്ടിച്ചൊഴിക്കാൻ പോകും. 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാം. മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടീസ്പൂണ് വാനില എസൻസ് ആണ് ഞാൻ ഒഴിച്ചത്. ഒരു ടീസ്പൂണ് സോഡ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇടാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം നമുക്ക് ഇതിലേക്ക് 2 കപ്പ് മൈദ മാവാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 2 കപ്പ് മാവ് ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ ജാമാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് അടിച്ചെടുത്തോണ്ട് വരാം നമുക്ക്. അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു ഫ്രൈ പാൻ ഞാൻ അടുത്ത് വെച്ച് കൊടുക്കുകയാണ്. അതിനകത്ത് എൻ്റെ സൗണ്ട് പോയിരിക്കുന്നു, വയ്യായിക ഉണ്ട്, അതാണ് സൗണ്ട് ശരിയാവാത്തത്, സോറി. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ കാരമലിന് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കാരമൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. മറ്റേ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് സിമ്പിളായിട്ട് നമുക്ക് എപ്പോഴും ചെയ്യാന്നുള്ളൊരു കേക്കാണ്. നമ്മൾ അധികം ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ വീട്ടിലുള്ളത് തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. തയ്യാറാക്കുന്ന പാത്രത്തിൽ ഒരു എണ്ണയോ നെയ്യോ ഒന്ന് പുരട്ടി വയ്ക്കുക. തയ്യാറാക്കുന്ന പാത്രത്തിലോട്ട് നമ്മൾ തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് 2 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം. നമ്മൾ ഈ പാത്രം വെച്ച് കൊടുത്തു. ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ചൂടാകട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അല്പം എള്ള് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അടപ്പും കൂടെ അടച്ചു കൊടുക്കാം. ഇതാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ചെറിയ രീതിയിൽ വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. നമുക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതൊന്ന് ആയിക്കോട്ടെ. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചു വെക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ കേക്ക് മൈദാമാവ് കൊണ്ട് സിമ്പിളായിട്ട് നമ്മൾ അധികം ഒന്നും ഇടാതെ തയ്യാറാക്കിയതാണ്. ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സിമ്പിളായിട്ടുള്ള പ്ലം കേക്കാണ് ഞാൻ തയ്യാറാക്കിയത്.